നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിനികൾ ജീവനൊടുക്കിയ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഇത്രയും ദിവസം പിന്നിടുമ്പോഴാണ് കുടുംബം കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കോഴിക്കോട് കടലുണ്ടി പേട്ടിയാടുകുന്ന് രവിയുടെയും സിന്ധുവിന്റെയും മകളാണ് 18 വയസ്സായിട്ടുള്ള മരിച്ചിട്ടുള്ള ഒരു കുട്ടി. തിരുവനന്തപുരം ചെമ്പൂർ മുദ്രാക്കൽ ഇളമ്പത്തടം വിഷ്ണുഭവനിൽ വേണുവിന്റെയും അനീഷയുടെയും മകളാണ് മറ്റൊരു 15 വയസ്സായിട്ടുള്ള മറ്റൊരു പെൺകുട്ടി മരിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ഇവരെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാധാരണ പോലെ രാവിലത്തെ പ്രാക്ടീസിന് ഗ്രൗണ്ടിൽ എത്താതിരുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരികൾ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. മുറി അകത്തുനിന്ന് പൂട്ടി എത്ര ശ്രമിച്ചിട്ടും കതക് തുറക്കുന്നില്ല. ഒടുവിൽ കതക് പൊളിച്ചകത്ത് കടന്നപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇതിൽ ഒരു കുട്ടിയുടെ മരണത്തിൽ കുടുംബം പ്രതികരിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ മകൾ തന്നെ വിളിച്ചിരുന്നതായിട്ടാണ് സായി ഹോസ്റ്റലിൽ ജയിലിലിട്ട പോലെയായിരുന്നെന്നും ജീവിതമെന്നും പറഞ്ഞിരുന്നു എന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിലെ ദുരൂഹത നീക്കാൻ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്ഥാപനത്തിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമാണെന്നും പറഞ്ഞിരുന്നു. മുൻപുണ്ടായിരുന്ന വാർഡൻ ഇതിൽ ഒരു കുട്ടിയുമായി നല്ല ബന്ധത്തിലായിരുന്നു. എന്നാൽ ഒരു മാസം മുമ്പ് ആ വാർഡൻ മാറി. ആ വാർഡനെ വിളിക്കാൻ പാടില്ലെന്ന് സായിയുടെ ഇൻചാർജ് രാജീവ് വിലക്കി. വിളിച്ചാൽ മോളെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് മകളുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഇതിൽ ഒരു പെൺകുട്ടിയുടെ അമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ വിളിക്കാനടക്കം വിലക്കുണ്ടായിരുന്നു. മാത്രമല്ല അത്തരത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ മകളെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നാണ് അതിൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം 2 വിദ്യാർത്ഥിനികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്വേഷണം ശക്തമാക്കുമെന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. രക്ഷിതാക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ മൃതദേഹം ഇന്നലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പഠിച്ചിരുന്ന കൊല്ലം നഗരത്തിലെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. രാത്രി 8:30 കോഴിക്കോട്ടെ വീട്ടിലെത്തിച്ചിരുന്നു. 10:00 കടലുണ്ടി ശ്മശാനത്തിൽ സംസ്കരിച്ചു. മറ്റൊരാളുടെ സംസ്കാരം വ്യാഴാഴ്ച തന്നെ നടന്നിരുന്നു. സംഭവം അന്വേഷിക്കാൻ കൊല്ലം ACP S ഷെരീഫിന്റെ മേൽനോട്ടത്തിൽ കൊല്ലം ഈസ്റ്റ് ഇൻസ്പെക്ടർ പുഷ്പ കുമാറിന്റെ നേതൃത്വത്തിൽ 6 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു. മക്കളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കായിക അധ്യാപകനിൽ നിന്നും കടുത്ത മാനസിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും മകൾ പറഞ്ഞതായും ഇതിൽ മറ്റൊരു കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട്. സഹിച്ച് മതിയായെന്ന് മകളുടെ ആത്മഹത്യക്കുറിപ്പിലുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. 10ാം ക്ലാസ്സിലും +2-ലും പഠിക്കുന്ന പെൺകുട്ടികൾ മരിച്ച വിവരം സായി അധികൃതർ അറിയിച്ചില്ലെന്നും പോലീസ് വിളിച്ചു പറയുമ്പോഴാണ് കാര്യം അറിയുന്നതെന്നും ഇതിൽ ഒരാളുടെ പിതാവ് പറഞ്ഞു. ഈ നടപടികളിലെല്ലാം വലിയ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. നിർത്തുവാണ് അച്ഛാ, ഞാൻ നാട്ടിലേക്ക് പോരുകയാണ് എന്നാണ് അവസാനം അവൾ പറഞ്ഞത്. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് പോലീസാണ് വിളിച്ചത്. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഉടനെ കൊല്ലത്തേക്ക് വരണമെന്ന് പറഞ്ഞു. സായി അധികൃതരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. മണിക്കൂറുകൾക്ക് ശേഷം കൊല്ലത്തെ CAയുടെ കോളാണ് പിന്നെ വന്നത്. ആക്സിഡന്റ് ആണെന്നാണ് പറഞ്ഞത്. എന്റെ കുട്ടി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. അധ്യാപകർ മോശമായി പെരുമാറുന്നുവെന്ന സൂചന മകൾ നൽകിയിരുന്നു. പക്ഷേ ഒന്നും തുറന്നു പറഞ്ഞിരുന്നില്ലെന്നും ഇതിൽ പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. സംഭവം പുറത്തറിഞ്ഞ് വൈകാതെ തന്നെ ലാൽ ബഹദൂർ സ്റ്റേഡിയത്തിനരികിലെ ഹോസ്റ്റൽ ഗേറ്റിന് മുൻവശം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പോലീസിന് മാത്രമേ ആദ്യം ഗേറ്റിനുള്ളിലേക്ക് കടത്തിവിട്ടുകയുള്ളൂ. ഹോസ്റ്റലിലെ കുട്ടികളിൽ ആർക്കും സംഭവം ഉൾക്കൊള്ളാൻ പോലും ആയില്ല. പെൺകുട്ടികളുടെ ഹോസ്റ്റൽ ഗേറ്റിനുള്ളിലും ആൺകുട്ടികളുടേത് പുറത്ത് സ്റ്റേഡിയത്തിന്റെ മുകൾ നിലയിലുമാണ്. കുട്ടികൾ ആരും മുറികളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. വിവരമറിഞ്ഞ് മറ്റു കുട്ടികളുടെ മാതാപിതാക്കളും പരിശീലകരും എത്തിയിരുന്നു. പലരെയും അകത്തേക്ക് കടത്തിവിടാത്തത് നേരിയ തർക്കത്തിനുമിടയാക്കി. പരിശീലകരും ബന്ധുക്കളും പുറത്തെത്തിയതറിഞ്ഞ് ഓടിയെത്തിയ കുട്ടികൾ ഗേറ്റിനുള്ളിൽ നിന്ന് തന്നെ കരഞ്ഞുകൊണ്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി കല്ലുവാതുക്കലിൽ കബഡി ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോയി വിജയിച്ച് ചിരിച്ചു കളിച്ചാണ് ഇതിൽ ഒരു പെൺകുട്ടി എത്തിയത്. മറ്റു പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലും അസ്വാഭാവികമായി ഒന്നും കണ്ടിരുന്നവർ തേങ്ങി പറഞ്ഞു. കുട്ടികളുടെ ദയനീയ സ്ഥിതി നിസ്സഹായരായി നോക്കി നിൽക്കാനേ പുറത്തുള്ളവർക്കാകുമായിരുന്നുള്ളൂ. തിരുവനന്തപുരത്തുള്ള ഒരാളുടെ കുടുംബം രാവിലെ തന്നെ ഹോസ്റ്റലിൽ എത്തിയിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് ഇവർ കുട്ടിയുടെ മരണ വിവരം അറിയുന്നത്. പൊട്ടിക്കരഞ്ഞ് ഇവരെ സമാധാനിപ്പിക്കാനാകാതെ ചുറ്റുമുള്ളവരും കുഴങ്ങി. മറ്റൊരാളുടെ വീട്ടിലേക്ക് ബുധനാഴ്ച രാത്രി വിളിച്ചിരുന്നെന്നും ഏറെ സന്തോഷത്തോടെയാണ് പെരുമാറിയിരുന്നതെന്നും കൊല്ലത്തേക്ക് എത്തവേ കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു. ഇനി കുട്ടികളുടെ മരണത്തിന് പിന്നിൽ ഹോസ്റ്റൽ അധികൃതരുടെ പീഡനമാണെന്ന ആരോപണവുമായി ഒളിമ്പ്യൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു.
മാനേജ്മെന്റിന്റെ മോശം പെരുമാറ്റമാണ് ഇത്തരം സംഭവങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുന്നതെന്നും മുൻപും സായ് കേന്ദ്രത്തിൽ സമാനമായ രീതിയിൽ ആത്മഹത്യകൾ നടന്നിട്ടുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. സംഭവം ദൗർഭാഗ്യകരമാണെന്നാണ് ശിശുക്ഷേമ സമിതി അടക്കം വിലയിരുത്തിയിരിക്കുന്നത്. ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ മാനസികമായി തളരാതിരിക്കാൻ സമിതിയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് നൽകുമെന്നും ജില്ലാ സെക്രട്ടറി ഡി ഷൈൻദേവ് അറിയിച്ചു. മാത്രമല്ല, CPIM ജില്ലാ നേതാക്കളും സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികളും സ്ഥലത്തെത്തി സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങളൊക്കെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി. ഏതായാലും വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണിത്. തീർച്ചയായിട്ടും എന്താണ് കുട്ടികളുടെ മരണത്തിന് പിന്നിലെ കാരണം എന്നുള്ളത് കൃത്യമായി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പീഡനങ്ങൾ കുട്ടികൾ അധ്യാപകരിൽ നിന്നും ഹോസ്റ്റൽ വാർഡിൽ നിന്നും മറ്റു ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഭയമാണ് കുട്ടികളെ ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രതികളെ പിടികൂടണം. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കണം. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള നടപടികൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ല. കാരണം വളരെ കഴിവുള്ള മികവുറ്റ പാഠ്യവിഷയങ്ങളിലാണെങ്കിലും കായിക വിഷയങ്ങളിലാണെങ്കിലും വളരെ മികച്ച ഭാവിയിലെ രണ്ട് കുട്ടികളെയാണ് ഇപ്പം നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇനി ഒരാൾക്കും അവിടെയുള്ള മറ്റുള്ള വിദ്യാർത്ഥികൾക്കൊന്നും തന്നെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. ആർക്കും ഇത്തരത്തിൽ സംഭവിക്കരുത്. ഇതിന്റെ അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.